ചിക്കൻ കറിയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യമായിട്ട് 2 വലിയ സബോള ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞത്, അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായി നിറം മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തീ മീഡിയം തീയിലിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത നല്ല സ്മെല്ല് വന്നു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്യാം. നമുക്ക് സവാള ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഒനിയൻ്റെ നിറമെല്ലാം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. മീഡിയം തീയിലിട്ടിട്ട് വഴറ്റുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മീഡിയം തീയിലിട്ടതിന് ശേഷം ഇത് മരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സവാളയൊക്കെ ഏകദേശം പകുതി മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് മുഴുവനായിട്ട് റെഡി ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഏറ്റവും സിമ്മിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം വറുത്ത മസാലയിലെ പകുതി നമ്മൾ ചിക്കനിലേക്ക് തേച്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നന്നായി ഇളക്കതിഞ്ഞ് നമ്മൾ മൊരിയിച്ച കാരണം ഇനി വീണ്ടും മൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുന്നതോടൊപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി മസാല പരത്തുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് തക്കാളി നന്നായി ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നന്നായി വഴന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി തക്കാളി ഉടഞ്ഞു വരാനുണ്ട്. നമുക്ക് അതുവരെ വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് മൂടി വെച്ചാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴണ്ട് മിക്സായി യോജിച്ച് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. ചിക്കൻ നന്നായി ചൂട് കയറിയതിന് ശേഷം നമുക്കതിലോട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂട് കയറിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് തിളക്കട്ടെ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിയതിന് ശേഷം നമുക്കിതിനെ ചെറിയ തീയിലോട്ട് മാറ്റിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റോളം വേവിക്കാം. വെള്ളമൊക്കെ വറ്റി വന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് അടച്ച് വയ്ക്കാം. കറി ഇപ്പോൾ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചാറിനനുസരിച്ച് നമുക്ക് വറ്റിക്കാം. നല്ലപോലെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇല്ല കുറച്ചുകൂടി വറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം. നമ്മുടെ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടെ സെർവ് ചെയ്യാം.